സഹപാഠിയുടെ ഭവനത്തെ ജപ്തിയിൽ നിന്നും വീണ്ടെടുക്കാൻ വിദ്യാർത്ഥികളും സ്കൂൾ അധികൃതരും പിരിച്ചെടുത്തത് 3 ലക്ഷത്തോളം രൂപ. ഒരു നോട്ടീസ് പോലും പ്രിന്റ് ചെയ്യാതെ വെറും 2 ദിവസം കൊണ്ട് ഇത്രയും തുക സമാഹരിക്കാൻ സഹായകമായത് NCTV വാർത്താ വീഡിയോ. ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് NCTV ഡെൽവിന്റെ വാർത്ത NCTVയിൽ സംപ്രേഷണം ചെയ്തത്. ഡെൽവിന്റെ കുടുംബം അനുഭവിക്കുന്ന വലിയ പ്രയാസങ്ങളെയും പ്രത്യേകിച്ചും അവരുടെ വീട് തന്നെ ജപ്തി ചെയ്തു പോകുന്ന ഒരു സാഹചര്യത്തിലൂടെ ആ കുടുംബം കടന്നു പോകുന്ന വാർത്ത വളരെ വിശദമായി NCTV സംപ്രേഷണം ചെയ്തിരുന്നു. ഈ വാർത്ത കണ്ടുകൊണ്ടാണ് വരന്തരപ്പള്ളിയിലെ ഡെൽവിൻ പഠിക്കുന്ന CJM അസംഷൻ ഹയർ സെക്കൻഡറി സ്കൂൾ ഈ വിഷയം വളരെ ഗൗരവമായി എടുക്കുകയും അധ്യാപകരും മാതാപിതാക്കളും വിദ്യാർത്ഥികളും സഹകരിച്ച് ആ കുടുംബത്തെ ജപ്തി നടപടികളിൽ നിന്ന് മോചിപ്പിക്കുകയും മുഴുവൻ കടബാധ്യതയും വീട്ടുന്ന ഒരു രീതിയിലേക്ക് ഈ വാർത്ത എത്തിച്ചേർന്നു എന്നുള്ള സന്തോഷകരമായ ഒരു മുഹൂർത്തത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. വീണ്ടും ടീം NCTV വരന്തരപ്പള്ളി സ്കൂളിലേക്ക് വന്നിരിക്കുകയാണ്. നമുക്കിവിടെ അധ്യാപകരുണ്ട്, രക്ഷകർത്താക്കളുണ്ട്. നമുക്ക് അവരോട് ചോദിച്ചറിയാം. ഹൈസ്കൂൾ പ്രധാന അധ്യാപകനായിട്ടുള്ള ജോഫി സി മഞ്ഞളി സാറാണ് ഇപ്പോൾ ഉള്ളത്. എങ്ങനെയായിരുന്നു അധ്യാപകരുടെ ഭാഗത്ത് നിന്ന് ഈ ഒരു വിഷയത്തിലുള്ള ഒരു സഹകരണം, അവരുടെ ഒരു സന്മനസ് എങ്ങനെയായിരുന്നു? തീർച്ചയായിട്ടും ഇവിടെ മുന്നിൽ നിൽക്കുമ്പോഴേ വളരെ സന്തോഷമുണ്ട്. കാരണം ഡെൽവിന്റെ വീട് നമുക്ക് തിരിച്ചെടുത്ത് അവന് കുടുംബത്തിനായിട്ട് നൽകാനായിട്ട് സാധിച്ചതിൽ ഒരുപാട് സന്തോഷത്തോട് കൂടിയിട്ടാണ് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത്. പ്രത്യേകിച്ചും ആ NCTVയിൽ വാർത്ത വന്നതോട് കൂടിയിട്ട് അതിന്റെ പ്രാധാന്യത്തെ കുറിച്ച് ഞങ്ങൾ രക്ഷിതാക്കളും അധ്യാപകരും കുട്ടികളും എല്ലാവരും മനസ്സിലാക്കി. കാരണം അവന്റെ വീട്ടിലെ സാഹചര്യം അപ്രകാരമായിരുന്നു. അപ്പൊ അതിൽ നിന്ന് ഞങ്ങള് PTA ഈ പ്രശ്നം അവതരിപ്പിച്ചു. അധ്യാപകരുടെ മീറ്റിംഗിൽ ഈ പ്രശ്നം അവതരിപ്പിച്ചപ്പോൾ എല്ലാവരും വളരെ അനുഭാവപൂർവ്വം ഇത് എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം കാണണം എന്ന സ്ഥിതി വിശേഷത്തിലേക്ക് എത്തിച്ചേരാണ് ഉണ്ടായത്. ഇവിടെ രക്ഷിതാക്കളെ പ്രതിനിധീകരിച്ചുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട ജോസേട്ടനുണ്ട്, PTA പ്രസിഡന്റാണ്. എങ്ങനെയാണ് രക്ഷിതാക്കളുടെയും അതുപോലെ തന്നെ കുട്ടികളുടെയും ഒരു സഹകരണം ഈ ഒരു സംരംഭത്തിൽ ഉണ്ടായത്? CJM അസംഷൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എല്ലാ സമയത്തും അവരുടെ സഹപാഠികളുടെ വിവിധ പ്രശ്നങ്ങളിൽ ഇടപെടുന്ന ഒരു മനോഭാവമുള്ള വിദ്യാർത്ഥികളാണ് ഇവിടെയുള്ളത്. തീർച്ചയായിട്ടും ഈ ഡെൽവിന്റെ ആ വീട് ജപ്തി നടപടികളുമായി നഷ്ടപ്പെടും എന്നുള്ള ഒരു അവസ്ഥ വന്നപ്പോൾ, പ്രത്യേകിച്ച് ഈ ക്രിസ്തുമസ് കാലഘട്ടത്തിൽ ഉണ്ണീശോയ്ക്ക് പിറക്കുവാനായിട്ട് കൂടൊരുക്കുന്ന സമയത്ത് ഡെൽവിന്റെ കൂട് നഷ്ടപ്പെടാതിരിക്കുവാനായിട്ട് ഈ വിദ്യാലയത്തിലെ വിദ്യാർത്ഥികൾ 2 ദിവസം കൊണ്ടാണ് ഇത്രയും അധികം തുക സമാഹരിച്ച് അവന്റെ വീട് വീണ്ടെടുക്കുവാനായിട്ട് ഒരു അവസരം സൃഷ്ടിച്ചത്. തീർച്ചയായിട്ടും ഈ ഒരു വാർത്ത പാരന്റ്സിന്റെ PTA ഗ്രൂപ്പിലേക്കും അധ്യാപകരുടെ ഗ്രൂപ്പിലേക്കും ഒക്കെ നൽകിയതിനു ശേഷം 2 ദിവസങ്ങൾ കൊണ്ട് ഈ ഒരു തുക സമാഹരിക്കാൻ സാധിച്ചു എന്നുള്ളത് ഇവിടുത്തെ വിദ്യാർത്ഥികളുടെ, അവരുടെ മാതാപിതാക്കളുടെ നല്ല മനസ്സിന്റെ ഒരു അടയാളമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. നമുക്ക് ടീച്ചറോട് ചോദിച്ചറിയാം, ഡെൽവിന്റെ അധ്യാപികയായിട്ടുള്ള ടീച്ചർക്ക് എന്താണ് പറയാനുള്ളത്? ഡെൽവിൻ ക്ലാസ്സിൽ എങ്ങനെയാണ്? ഒപ്പം ഈ ഒരു സംഭവം നടന്നതിന് ശേഷം ആ മകന് എത്രത്തോളം ഒരു സന്തോഷമുണ്ട് എന്നുള്ളതൊക്കെ ഒന്ന് പറയാം. ഡെൽവിന്റെ ക്ലാസ് ടീച്ചർ എന്ന നിലയ്ക്ക് ഡെൽവിൻ വളരെ മിടുക്കനായ കുട്ടിയാണ്. ക്ലാസ്സിലെ എല്ലാ വിഷയങ്ങളിലും, പ്രത്യേകിച്ച് ശാസ്ത്ര വിഷയങ്ങൾ കൂടുതൽ താല്പര്യമുള്ള കുട്ടിയാണ്. ക്ലാസ്സിലെ സംശയങ്ങൾ ടീച്ചേഴ്സിനോട് ചോദിക്കുകയും എല്ലാ സംശയങ്ങളും മാറ്റി നല്ല രീതിയിൽ പഠിക്കാൻ ആഗ്രഹമുള്ള കുട്ടിയാണ്. പക്ഷേ അവന്റെ അമ്മയ്ക്ക് അസുഖങ്ങൾ, അമ്മയ്ക്ക് വരുന്ന ഇടയ്ക്കിടയ്ക്ക് വരുന്ന എല്ലാ അസുഖങ്ങൾ, മറ്റു ഇതുപോലെ ജപ്തി നടപടികൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആ വളരെയധികം സ്വാധീനിച്ചിരുന്നു. അപ്പൊ അതിലെ ഒരു പ്രശ്നം, വലിയൊരു പ്രശ്നമാണ് ആ കുട്ടിയുടെ വീട് ജപ്തി ചെയ്യാന്നുള്ളത്. അപ്പൊ അതിൽ നിന്ന് ആ കുട്ടിക്ക് ആ ജപ്തി നടപടികൾ ഇവിടെ CJM HSSലെ അധ്യാപകരുടെയും അതുപോലെ രക്ഷിതാക്കളുടെയും കുട്ടികളുടെ ഒക്കെ സഹകരണത്തോടു കൂടി അതിൽ നിന്ന് ആ ജപ്തി നടപടികളിൽ നിന്ന് ഒഴിവായി കിട്ടുക എന്ന് പറഞ്ഞത് ആ കുട്ടീനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അനുഗ്രഹമാണ്. തീർച്ചയായിട്ടും വളരെ ഹൃദയസ്പർശിയായ, മനസ്സിന് സന്തോഷം നൽകുന്ന, ഒരുപാട് പേർക്ക് പ്രത്യാശ പകരുന്ന ഒരു പ്രവൃത്തി തന്നെയാണ് വരന്തരപ്പള്ളിയിലെ CJM അസംഷൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകരും രക്ഷിതാക്കളും വിദ്യാർത്ഥികളും ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും NCTV ചാനലിലെ ഒരു വാർത്താ ചാനൽ എന്ന നിലയിൽ ചാനലിലും ചാനലിന്റെ അണിയറ പ്രവർത്തകർക്കും വളരെയധികം സന്തോഷം നൽകുന്നു. എത്രയോ വാർത്തകൾ നമ്മൾ സംപ്രേഷണം ചെയ്യുന്നു. അതിലൊരു വാർത്ത ഒരു കുടുംബത്തിന് വലിയ അനുഗ്രഹമായി മാറുന്ന ഒരു അസുലഭമായ അവസരം, ഒരുപാട് സന്തോഷം നൽകുന്ന, ചാരിതാർത്ഥ്യം നിറഞ്ഞ ഒരു നിമിഷം കൂടിയാണ് മാധ്യമപ്രവർത്തകർ എന്ന നിലയ്ക്ക് ടീം NCTVക്ക്. ഒപ്പം ഈ ഒരു വലിയ നല്ല മനസ്സ് കാണിച്ച എല്ലാ വിദ്യാർത്ഥികളെയും അവരുടെ രക്ഷിതാക്കളെയും അധ്യാപകരെയും നമുക്ക് അഭിനന്ദിക്കാം, അനുമോദിക്കാം. അവർക്ക് നല്ല ആശംസകൾ നേരാം. ഒരു നല്ല ക്രിസ്തുമസ് അവർക്ക് എല്ലാവർക്കും ആഘോഷിക്കാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. ഒപ്പം ഇത് ലോകത്തിന് മുഴുവൻ ഒരു വലിയ മാതൃകയാണ് എന്നുകൂടിയാണ് ഇവർ പറഞ്ഞു വെക്കുന്നത്.
ക്യാമറാമാൻ ഗോവിന്ദിനൊപ്പം ബൈജു ദേവസി, NCTV ന്യൂസ്.